we consider the area of polygons. Okay. By polygon we means it is a closed surface with one more than one sides. Okay. അപ്പോൾ അങ്ങനെയുള്ള പോളിഗൺസ് മോർ ദാൻ വൺ സൈഡ്സ് ഉള്ള പോളിഗൺസ് ക്ലോസ്ഡ് ഫിഗേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മോർ ദാൻ വൺ സ്ക്വയർ അവിടെ നമ്മൾ ഇൻക്ലൂഡ് സർക്കിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്യും നമ്മൾ ഏരിയ കാണുമ്പോൾ. ഇവിടെ നമ്മളിപ്പോൾ ഫസ്റ്റ് വി കൺസിഡർ ട്രയാങ്കിൾസ്, ദെൻ റെക്ടാങ്കിൾസ്, സർക്കിൾസ് എക്സെട്ര. ഓക്കെ. സോ വൈൽ ഡിഫൈനിങ് ദ ഏരിയ, നമ്മൾ ഏരിയ പറയുന്നത് എപ്പോഴും സ്ക്വയർ യൂണിറ്റ്സിലാണ്. സ്ക്വയർ യൂണിറ്റ്സ് നമ്മളിപ്പോൾ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ 1 സെന്റിമീറ്ററിന്റെ, ഇപ്പോൾ ഇതിന്റെ ലെങ്ത് സപ്പോസ് ഇറ്റ് ഈസ് 4 സെന്റിമീറ്റേഴ്സ് ആൻഡ് ബ്രെഡ്ത്ത് ഈസ് 3 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ ഇതിന്റെ ലെങ്ത് നമ്മൾ പറയുന്നത് 4 × 3. ഇപ്പോൾ സെന്റിമീറ്ററിലാണെങ്കിൽ അത് സെന്റിമീറ്റർ സ്ക്വയേഴ്സ് ആണ്. ഇത് വരുന്നത് ഇതിന് നമ്മൾ 1 സെന്റിമീറ്റർ വരുന്ന സ്ക്വയേഴ്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇതിനെ 1 സെന്റിമീറ്റർ ഉള്ള സ്ക്വയേഴ്സ് ആയിട്ട് 1, 2 ഇത്രയും സ്ക്വയേഴ്സ് ആയിട്ട് നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ അവിടെ 12 സ്ക്വയേഴ്സ് ഓഫ് ഏരിയ 1 സ്ക്വയർ, അതായത് ഒരു സ്ക്വയറിന്റെ ഏരിയ. അങ്ങനെ മൊത്തം ഇതിനെ എത്ര സ്ക്വയേഴ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ അത് 4 × 3 ആണ്, ഈക്വൽ ടു 12 സെന്റിമീറ്റർ സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ 1 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ലെങ്ത് വരുന്ന ഒരു സ്ക്വയർ കവർ ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ സർഫസ് ആണ് നമ്മൾ 1 സെന്റിമീറ്റർ സ്ക്വയർ കൊണ്ട് എന്ന് പറയുന്ന ആ യൂണിറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ ഏരിയ പറയുന്നത് ഒന്നുകിൽ സെന്റിമീറ്റർ സ്ക്വയറിലായിരിക്കും, അല്ലെങ്കിൽ 1 മീറ്റർ സ്ക്വയറിലായിരിക്കും, അല്ലെങ്കിൽ കിലോമീറ്റർ സ്ക്വയറിലായിരിക്കും. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഇതെല്ലാം എടുക്കേണ്ടത് സെയിം മെഷർമെന്റിലായിരിക്കണം. സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ, മീറ്റർ ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും മീറ്ററിൽ തന്നെ വേണം. കിലോമീറ്റേഴ്സ് ആണെങ്കിൽ 2 മെഷേഴ്സും കിലോമീറ്റേഴ്സിലായിരിക്കും. അപ്പോൾ ഒരു സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ലെങ്ത് വരുന്ന ഒരു സ്ക്വയർ എൻക്ലോസ് ചെയ്യുന്ന സർഫസിന്റെ ഏരിയ ആണ് ഒരു സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സ്ക്വയർ സെന്റിമീറ്ററും സ്ക്വയർ കിലോമീറ്ററും ഇങ്ങനെയെല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്ത് പോകും. അപ്പോൾ ഓർക്കുക, ഏരിയ ഈസ് ഓൾവേസ് മെഷേർഡ് ഇൻ സ്ക്വയർ യൂണിറ്റ്സിലാണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ട്രയാങ്കിൾസ് ആണ്. നമുക്കറിയാം ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നത് 3 ലൈൻസ് കൊണ്ട്. 3 ലൈൻസ് നമ്മൾ കണക്ട് ചെയ്യണം വിത്ത് നോൺ സീറോ ആംഗിൾസ്. ഓരോ ആംഗിളും ഇപ്പോൾ ഇത് ആൽഫ, ബീറ്റ, ഗാമ, ഈ 3 ആംഗിൾസും നോൺ സീറോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 3 ലൈൻസ് കണക്ട് ചെയ്താൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ മെഷർമെന്റ് നമുക്ക് വേണ്ടത് 3 ആംഗിൾസും 3 ലെങ്ത്തുമാണ്. ഇപ്പോൾ 3 ലെങ്സ് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ലെങ്ത് എയും ബിയും സിയും തന്നിട്ടുണ്ടെങ്കിൽ ആ ലെങ്ത്തുകൾ വരുന്ന ഒരു ട്രയാങ്കിൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ലെങ്ത്തുകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ട്രയാങ്കിൾ ഫോം ചെയ്യാം. അല്ലെങ്കിൽ ഒരു ലെങ്ത്തും 2 ആംഗിൾസും കിട്ടിയാലും മതി. ഒരു ലെങ്ത്തും കിട്ടുക, 2 ആംഗിൾസും കിട്ടിയാലും നമുക്ക് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. ഇപ്പോൾ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ മിനിമം ഒന്നുകിൽ ലെങ്ത് ഓഫ് ദ 3 സൈഡ്സ് തരണം, അല്ലെങ്കിൽ ഒരു സൈഡിന്റെ ലെങ്ത്തും അതിന്റെ കണക്ട് ചെയ്യുന്ന 2 ആംഗിൾസും തരണം. ഓക്കെ. അപ്പോൾ ഈ ട്രയാങ്കിൾസിന്റെ കേസിൽ നമ്മൾ സൈഡ്സിന്റെ ലെങ്ത്തുകൾ ABC എന്നും ആംഗിൾസ് ആൽഫ, ബീറ്റ, ഗാമ എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഏരിയ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? ഏരിയ 2 രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ 3 സൈഡിന്റെ ലെങ്ത്തുകളും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ലെങ്ത്തിനാണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുന്നത്. പെരിമീറ്റർ ഡിനോട്ട് ചെയ്ത സിമ്പിൾ 2S ആണ്. എസ് അല്ല, 2S ആണ് പെരിമീറ്ററിനെ ഡിനോട്ട് ചെയ്യുന്നത്. എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ ആണ്. അത് പെരിമീറ്ററിന്റെ പകുതിയാണ്. A+B+C ഡിവൈഡ് 3 സൈഡിന്റെ ലെങ്ത്തുകൾ ആഡ് ചെയ്ത് അതിന്റെ പകുതി കാണുന്നതിനാണ് നമ്മൾ സെമി പെരിമീറ്റർ എന്ന് പറയുന്നത്. സെമി പെരിമീറ്ററിന്റെ ഡബിൾ ആണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. പെരിമീറ്റർ ഈസ് ഓൾവേസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ 2S. സെമി പെരിമീറ്റർ ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ S. ഇപ്പോൾ ലെങ്ത് ഓഫ് ദ 3 സൈഡ്സ് തരുവാണെങ്കിൽ അതിന്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല 2S ആണ്. 2S ഈസ് A+B+C. ഇതാണ് അതിന്റെ പെരിമീറ്റർ. എസ് എന്ന് പറയുന്നതാണ് സെമി പെരിമീറ്റർ. A+B+C ഡിവൈഡ് ബൈ 2.
So length of the area of the triangle എന്ന് പറയുന്നത് A equal to square root of S into S minus A into S minus B into S minus A. This is the formula for finding the area of a triangle if the length of the three sides are given. Okay, where S denotes semi-perimeter A plus B plus C divided by 2. Okay, this is called the Hero's formula. Hero's formula to find the area of a triangle is square root of S into S minus A into S minus B into S minus A. Okay, this is one method to find the area of a triangle. Now, one more method of that. This is three sides measure. One side is the triangle A, B, C. This is the base and the length B. This base is opposite angle perpendicular right angle perpendicular this is the height height altitude height or altitude denoted by the symbol H. So its area is calculated using the formula half into base into height altitude. That is half BH. This is area the next formula, where B is the length of the base and H is the altitude which is the perpendicular drawn to the base from the opposite angle. Okay. So half BH. There are two formulas area mainly use the length of the three sides ABC and the perimeter semi-perimeter S is A plus B plus C divided by 2. Then area is square root of S into S minus A into S minus B into S minus C. അല്ലെങ്കിൽ നമുക്ക് ഹൈറ്റും ഓൾട്ടിറ്റ്യൂഡും ബേസും ഓൾട്ടിറ്റ്യൂഡും തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോർമുല ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഈ രണ്ട് ഫോർമുലകളും ഓർക്കണം. ഇനി ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസ് അതിന്റെ സൈഡ്സുകളുടെ ലെങ്ത് അനുസരിച്ച് ഇതിനെ നമ്മൾ നമുക്ക് മൂന്ന് തരത്തിലുള്ള ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ മൂന്ന് സൈഡിന്റെ ലെങ്ത് ഡിഫറെന്റ് ആണ്. കൺസിഡർ സച്ച് എ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇതിന്റെ മൂന്ന് സൈഡിന്റെ ലെങ്ത് എ ബി C, where A not equal to B not equal to C. ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾസ് കാണും. ഓക്കെ, അതുകൂടാതെ ഏതെങ്കിലും രണ്ട് സൈഡുകൾ ഈക്വൽ ആകുന്ന ട്രയാങ്കിൾ കാണും, അല്ലെങ്കിൽ മൂന്ന് സൈഡ്സ് ഈക്വൽ ആകുന്ന ട്രയാങ്കിൾ കാണും. അപ്പോൾ സൈഡുകളുടെ ലെങ്ത്തുകൾക്ക് അനുസരിച്ച് ഇതിനെ നമ്മൾ നെയിം ചെയ്യും. മൂന്ന് സൈഡും ഡിഫറെൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ അതിന് സ്കെയിലിംഗ് ട്രയാങ്കിൾ എന്ന് പറയും. ഓക്കെ, a scaling triangle is a triangle whose all sides are different. Different ലെങ്ത്തുകളുള്ള മൂന്ന് സൈഡുകൾ ഉള്ള ട്രയാങ്കിളിനാണ് നമ്മൾ സ്കെയിലിംഗ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ ആ ഈക്വൽ ആവുന്ന സൈഡ് ലെങ്ത്തുകളെ നമ്മൾ ബി എന്ന് വിളിക്കും, അടുത്ത ലെങ്ത്തിന് എ എന്ന് വിളിക്കും. ഇഫ് ടു സൈഡ്സ് ആർ ഈക്വൽ നമുക്ക് then it is called an isosceles triangle. ISOSCE Isosceles triangle. Isosceles triangle is a triangle in which length of the two sides are equal. And equal side വരുന്ന ലെങ്ത് നമ്മൾ ബി എന്ന് വിളിക്കും, അൺഈക്വൽ ആയിട്ടുള്ള ലെങ്തിനെ നമ്മൾ എ എന്ന് വിളിക്കും. ഓക്കെ, ഇനി മൂന്ന് സൈഡുകളുടെ ലെങ്ത് സെയിം ആണ്. ഓക്കെ, മൂന്ന് സൈഡും സപ്പോസ് എ തന്നെയാണ് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, ഇപ്പോൾ ലെങ്ത്തുകളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മൂന്ന് തരത്തിലാണ് ട്രയാങ്കിൾസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് സ്കെയിലിംഗ് ട്രയാങ്കിൾ ഇഫ് ഓൾ ദ ത്രീ ലെങ്ത്സ് ആർ ഡിഫറെന്റ്. Then isosceles triangle if both two sides are equal and the equal length is taken as B, the different length is taken as A. And equilateral triangle if all the lengths of the sides are equal and the length of the equal sides are denoted by A. അപ്പോൾ ഈ രണ്ട് കേസിലും ഐസോസെലസ് ട്രയാങ്കിളും ഇക്വിലാറ്ററൽ ട്രയാങ്കിളും അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഈ ഫോർമുലകൾ നമ്മൾ റെഡ്യൂസ് ചെയ്ത് എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ കാണുക. അവിടെ ലെങ്ത് ഓഫ് ദ two sides equal ആണ്, B and B then A. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്ന എസ് എ പ്ലസ് ബി പ്ലസ് സിയുടെ സ്ഥാനത്ത് എന്ത് വരും? എ പ്ലസ് ബി പ്ലസ് ബി എന്ന് വരും. ദാറ്റ് ഈസ് എ പ്ലസ് 2B. ഇതാണ് ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഏരിയ ഈക്വൽ ടു
half into a. A is the length of the difference, equal അല്ലാത്ത സൈഡിന്റെ ലെങ്ത് ആണ്, into square root of b square minus a square by 4. ഇതാണ് ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല. ജനറൽ ഏരിയ മതി, എയും ബിയും എടുത്ത് എ ബി സി എടുത്ത് സിക്ക് പകരം ബി എടുത്ത് വേണമെങ്കിൽ ഇത് നമുക്ക് ചെയ്യാം. പക്ഷെ അതിന് നമ്മൾ ഷോർട്ട് കട്ട് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഏരിയ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 4. ഇതുപോലെ തന്നെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കാര്യത്തിൽ അതിന്റെ ലെങ്ത് ഓഫ് ദ 3 സൈഡ്സും ഈക്വൽ ആണ്. എ എന്ന് പറയുന്നതാണ് അവിടുത്തെ 3 ലെങ്ത്തുകൾ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2s എന്ന് പറയുന്നത് a പ്ലസ് ബി പ്ലസ് സി, ദാറ്റ് ഈസ് a പ്ലസ് എ എന്ന് പറയുന്നത് 3a ആയിരിക്കും. പെരിമീറ്റർ 2s ഈക്വൽ ടു 3a ആയിരിക്കും പെരിമീറ്റർ. അപ്പൊ ഏരിയ കാണാനുള്ള ഫോർമുല √3 ഡിവൈഡ് ബൈ 4 ഇൻറ്റു എ സ്ക്വയർ ആണ്. ഓക്കെ, നമ്മൾ റെഡി ആ സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സിനെ സിംപ്ലിഫൈ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന ഫോർമുലയാണ്. If all the 3 sides are a equal to b equal to c, then area is √3 by 4 into a square. അപ്പോൾ ഇതിന്റെ അകത്ത് അതിന്റെ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് കാണാനുള്ള ഒരു ഫോർമുല കൂടി നമുക്ക് ഉണ്ട്. ഹൈറ്റ് ഈക്വൽ ടു √3 ഡിവൈഡ് ബൈ 2. ദിസ് ഈസ് ദ ഹൈറ്റ് ഓർ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. കാരണം 3 സൈഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആണ്. അപ്പോൾ എവിടെ നിന്ന് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് പെർപെൻഡിക്കുലർ വരച്ചാൽ അതിനെല്ലാം സെയിം ലെങ്ത് ആയിരിക്കും. അത് √3 ഡിവൈഡ് ബൈ 2a ആണ്. ഓക്കെ, അപ്പോൾ ലെങ്ത്തുകളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സ്കെലിൻ ട്രയാങ്കിൾ, ഐസോസെലസ് ട്രയാങ്കിൾ ആൻഡ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓരോന്നിലും നമ്മൾ അതിന്റെ ഫോർമുലകൾ, ഏരിയയും പെരിമീറ്ററും കാണാനുള്ള ഫോർമുലകൾ റിലീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യും. ഇനി വരുന്നത് ആംഗിൾസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ട്രയാങ്കിൾസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയും. റൈറ്റ് ആംഗിൾ, ഇഫ് ദ ആംഗിൾ ഈസ് 90 ഡിഗ്രി ഇറ്റ് ഈസ് കോൾഡ് റൈറ്റ് ആംഗിൾ. ഓക്കെ, റൈറ്റ് ആംഗിൾ വരുന്ന ഒരു ട്രയാങ്കിളിനെ നമ്മൾ റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ എന്ന് പറയും. അപ്പോൾ റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ നമ്മൾ വരച്ചാൽ ഒരാംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ 3 ആംഗിൾസിന്റെയും സം ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ദ സം ഓഫ് ദ ആംഗിൾസ് ഈസ് ഓൾവേസ് 180 ഡിഗ്രി. അപ്പോൾ റൈറ്റ് ആംഗിളിന്റെ ഒരു ആംഗിൾ 90 ആണെങ്കിൽ മറ്റേ 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. അത് 45 ഡിഗ്രി വെച്ചായിരിക്കും. കാരണം 45 പ്ലസ് 45 90, 90 പ്ലസ് 90 ഈക്വൽ ടു 80. ഇങ്ങനെയാണ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ആംഗിൾസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. ഒരു ആംഗിൾ 90 ആണെങ്കിൽ അടുത്ത 2 ആംഗിൾസും 45 ആയിരിക്കും. ഏത് ട്രയാങ്കിളിന്റെയും 3 ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്താൽ അത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ആംഗിളിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഏത് ട്രയാങ്കിളിനും നമുക്കൊരു എക്സ്റ്റീരിയർ, ഇപ്പൊ അതിന്റെ ഒരു ലെങ്ത് നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്താൽ പുറത്ത് നമുക്കൊരു ആംഗിൾ കിട്ടും. ഓക്കെ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇതിന്റെ ഇന്റീരിയറിൽ വരുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ്, ഈ ആംഗിൾസിന്റെ ഈ അകത്ത് ട്രയാങ്കിളിനകത്ത് വരുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ടാവും, എക്സും വൈയും. ഇത് അതിന്റെ അഡ്ജസ്റ്റന്റ് ആംഗിൾ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് വരുന്ന എക്സ് വൈയും ആണ്. then theta will be x plus 1. ഇത് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി, എക്സ്റ്റീരിയർ ആംഗിൾ തിയറം എന്ന് പറയും. ഒരു ഏത് സൈഡിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാക്കിയാലും ആ ആംഗിളിന്റെ മെഷർ എന്ന് പറയുന്നത് അതിന്റെ ഇന്റീരിയർ ആംഗിൾസ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതിന്റെ സം ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് ദ ഇന്റേണൽ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ തിയറം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആംഗിൾസിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചായിരുന്നു. അത് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പറഞ്ഞു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഇനി അതിന്റെ താഴെ കിടക്കുന്നത് ഇതിനെ നമ്മൾ ബേസ് എന്നും ഇതിനെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്നും പറയും. ഓക്കെ, ഇപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആ ലെങ്തിനെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കും. ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ലെങ്തിനെ നമ്മൾ ബേസ് എന്ന് വിളിക്കും. അതിന്റെ 90 ഡിഗ്രിക്ക്, അതായത് റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിനെ we call it as hypotenuse. ഓക്കെ, അപ്പോൾ ഇതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 3 സൈഡുകളെ നമ്മൾ നെയിം ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഹൈപ്പോടെനിസ്, അതിന്റെ താഴെ കിടക്കുന്ന ഹൊറിസോണ്ടൽ ലെങ്തിനെ നമ്മൾ ബേസ് എന്ന് വിളിക്കും. അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആ ലെങ്തിനെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. Then we define the famous Pythagorean theorem. Hypotenuse square. The square of the hypotenuse equal to square of the base. Base in the square plus altitude in the square. Okay, this is the famous Pythagorean theorem. Hypotenuse square equal to base square plus altitude square. അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ
ഹൈപ്പോട്ടനീസിന്റെ സ്ക്വയർ അതിന്റെ ബാക്കി രണ്ട് സൈഡുകളുടെ സ്ക്വയറുകളുടെ സമ്മാണ്. ഇപ്പോൾ ഒരു സൈഡ് തന്നാൽ അല്ലെങ്കിൽ രണ്ട് സൈഡ് തന്നാൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. പൈത്തഗോറിയൻ റിലേഷൻ ഈസ് ഹൈപ്പോട്ടനീസ് സ്ക്വയർ ഈസ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ കുറിച്ച് ഏകദേശം നമുക്കൊരു ധാരണ കിട്ടി. അതിന്റെ ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ ആണ്, മറ്റു രണ്ട് ആംഗിൾസ് 45 ഡിഗ്രീസ് ആണ്. ഇതിന്റെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ലെങ്തിനെ നമ്മൾ ബേസ് എന്ന് വിളിക്കും, പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലെങ്തിനെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കും, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഹൈപ്പോട്ടനീസ് എന്ന് വിളിക്കും. പൈതഗോറിയൻ തിയറം ഈസ് ഹൈപ്പോട്ടനീസ് സ്ക്വയർ ഈസ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. യൂസിങ് ദിസ് ഫോർമുല ഒരു സൈഡ് രണ്ട് സൈഡുകൾ തന്നാൽ മൂന്നാമത്തെ സൈഡിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിനകത്ത് റെഡ്യൂസ് ചെയ്ത് എടുത്താൽ. Okay. Next type of angle is the angles which are less than 90 degree. They are called acute angles. Okay. Acute angles. An angle which is less than 90 degree is called acute angle. ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ, ഓക്കെ, എല്ലാ ആംഗിളും അക്യൂട്ട് ആംഗിൾ ആയിട്ട് വരികയാണെന്ന് വിചാരിച്ചു. അപ്പൊ ആ ട്രയാങ്കിളിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുക. If all the angles are acute angles. For example, if all the angles ഇപ്പോൾ 60, 60, 60 ആണെങ്കിൽ മൂന്ന് ആംഗിൾസ് കൂടെ സം ചെയ്ത് 80 ഡിഗ്രി 180 ഡിഗ്രി കിട്ടും. ഓരോ ആംഗിളും ലെസ് ദാൻ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇതൊരു അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഇനി ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ. ബട്ട് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഒരു ആംഗിൾ 120 ആണെങ്കിൽ അടുത്ത രണ്ട് ആംഗിൾ സപ്പോസ് ഒരെണ്ണം 30 അടുത്ത് 30 ആയാൽ അതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. കാരണം ഒരു ആംഗിൾ ഗ്രേറ്റർ ദാൻ ഏതെങ്കിലും ഒരു ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയാൽ അത് ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയി. ഇനി ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളും ഐസോസെലസും കൂടിയാണ്. അതായത് രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഓക്കെ, രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കൂടിയാണെങ്കിൽ ഇറ്റ് ഈസ് an isosceles right angled triangle എന്ന് വിളിക്കും. ഐസോസെലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഐസോസെലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനീസ് എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത്, അതിന്റെ ടെന്യൂസ് ഈസ് √2a ആയിരിക്കും. എ എന്ന് പറയുന്നത് ഡിഫറൻറ്റ് സൈഡിന്റെ ലെങ്ത് ആണ്. രണ്ട് സൈഡിന്റെ ലെങ്ത്തുകൾ ഈക്വൽ ആണ്. അതിന് നമ്മൾ ബി എന്ന് വിളിച്ചു. അപ്പോൾ സോറി റൈറ്റ് ആംഗിളുടെ അതിന്റെ ഈ സൈഡിന്റെ ലെങ്ത് എ എന്ന് വിളിച്ചാൽ അതിന് നമുക്ക് √2a ആയിരിക്കും. ഓക്കെ, ഇനി അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് പെരിമീറ്റർ അത് 2a പ്ലസ് √2a. ഓക്കെ, പെരിമീറ്റർ ഈസ് 2a പ്ലസ് √2a ആൻഡ് ഏരിയ ഈസ് half into sorry, and same angles are the A opposite angle ആണ് B. Okay, ലെങ്ത് സെയിം ആയിട്ട് വരുന്ന റൈറ്റ് ആംഗിൾ ടു സൈഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആണ്. ഈക്വൽ ലെങ്തിനാണ് നമ്മൾ A എന്ന് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹൈപ്പോട്ടനീസ് ഈസ് √2a, perimeter is 2a plus √2a and area is half a square where a is the length of the equal sides. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടി വരുന്ന കാര്യങ്ങൾ. ഇനി ഉള്ള ട്രയാങ്കിളിന്റെ മെഷർമെന്റ് ആണ്. അത് രണ്ട് രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഒന്നുകിൽ അത് ഡിഗ്രീസിലായിരിക്കും, അല്ലെങ്കിൽ അത് റേഡിയൻസിലായിരിക്കും നമ്മൾ ആംഗിൾസ് മെഷർ ചെയ്യുക. റേഡിയൻസിലായിരിക്കും മെഷർ ചെയ്യുന്നത്. അത് നമ്മളുടെ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈ റേഡിയൻസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. പൈ റേഡിയൻസ് ഈസ് 180 ഡിഗ്രി. അതായത് 1 റേഡിയൻ എന്ന് മെഷർ ചെയ്യുന്നത് 180 ഡിഗ്രി അല്ലെങ്കിൽ 180 ഡിവൈഡ് ബൈ പൈ ഡിഗ്രിനെയാണ് നമ്മൾ 1 റേഡിയൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. പൈ റേഡിയൻസ് എന്ന് വെച്ചാൽ 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് π/2 റേഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 180 ഡിവൈഡ് ബൈ 2 ആണ്. ദാറ്റ് ഈസ് 90 ഡിഗ്രി. ഇനി അത് π/4 റേഡിയൻസ് ആണെങ്കിൽ 180 ഡിവൈഡ് ബൈ 4 ആണ്, 45 ഡിഗ്രിയാണ്. ഇനി 2π റേഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 × 180 ആണ്, അതായത് 360 ഡിഗ്രിയാണ് 2π റേഡിയൻസ് എന്ന് പറയുന്നത്. ഇതാണ് റേഡിയൻസ് ഡിഗ്രീസും തമ്മിലുള്ള ഒരു കണക്ഷൻ. പൈ റേഡിയൻസ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് 1 റേഡിയൻ ഈസ് 180 ഡിവൈഡ് ബൈ പൈ ഡിഗ്രി. വേർ പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14 ഈസ് അപ്രോക്സിമേറ്റ്ലി.
ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഫോർമുലകളെല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാനുള്ളതാണ്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യും. സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കാറുള്ളൂ. ഇപ്പോൾ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് ബേസ് ഈസ് 15 സെന്റിമീറ്റർ. ബേസ് എന്ന് പറയുന്നത് സപ്പോസ് 32 സെന്റിമീറ്റർ ആണ്. ബേസ് ഈസ് 32 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ് ഈസ് 105 മില്ലിമീറ്റർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ബേസ് തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലും അതിന്റെ ഹൈറ്റ് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് തന്നിരിക്കുന്നത് മില്ലിമീറ്ററിലുമാണ്. അപ്പോൾ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. ഓക്കെ, 1 സെന്റിമീറ്റർ ഇസ് 10 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 105 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 105 ഡിവൈഡ് ബൈ 10 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 10.5 സെന്റിമീറ്റർ ആണ്. രണ്ടിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റി. ഓക്കെ, നൗ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്, ഹാഫ് ബി എച്ച് ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബി ഈസ് 32, എച്ച് ഈസ് 10.5 ഈക്വൽ ടു 168 ആണ്. 168. ഇപ്പൊ സ്ക്വയർ യൂണിറ്റ്സിലാണ് നമുക്കറിയാം. ഇവിടെ നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത് സെന്റിമീറ്ററിലാണ്. സോ ഇറ്റ് ഈസ് 168 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ബേസിനും ഹൈറ്റിനും പകരം നമുക്ക് തന്നിരിക്കുന്നത് 3 സൈഡ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് സൈഡ്സ് ആർ 3 സെന്റിമീറ്റർ ആൻഡ് 4 സെന്റിമീറ്റർ ആൻഡ് 5 സെന്റിമീറ്റർ. അപ്പോൾ തന്നിരിക്കുന്ന മൂന്നും സെയിം മെഷർമെന്റിലാണ്, സെന്റിമീറ്ററിലാണ്. അതുകൊണ്ട് നമുക്ക് കാൽക്കുലേഷൻ നടത്താം. ആദ്യം നമ്മൾ അതിന്റെ സെമി പെരിമീറ്റർ കണ്ടുപിടിക്കുന്നു. S is A plus B plus C divided by 2. That is 3 plus 4 plus 5 is 12. 12 by 2 is 6. 6 centimeter ആണ് അതിന്റെ പെരിമീറ്റർ. സോ ഏരിയ എന്ന് പറയുന്നതിന്റെ ഫോർമുല സ്ക്വയർ റൂട്ട് ഓഫ് S into S minus A into S minus B into S minus C ആണ്. That is square root of S എന്ന് പറയുന്നത് 6 ആണ്. S minus A, that is 6 minus 3 is 3. S minus B, that is 6 minus 4 is 2 into S minus C, 6 minus 5 is 1. It is square root of 36 equal to 6 centimeter square. This is the area of the triangle. Suppose ഈ ലെങ്ത്തുകൾ തരുന്നതിന് പകരം അതിന്റെ പ്രപ്പോർഷൻ ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. 3 ലെങ്ത്തുകളുടെ പ്രപ്പോർഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സപ്പോസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ആർ ഇൻ ദ പ്രപ്പോർഷൻ 3:4:5 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ലെങ്ത് നമ്മൾ A ഈക്വൽ ടു 3x ആണെങ്കിൽ B എന്ന് പറയുന്നത് 4x ആണ്, C എന്ന് പറയുന്നത് 5x ആണ്. കാരണം ഇതിന്റെ പ്രപ്പോർഷൻ 3:4:5 ആണ്. A 3x ആണെങ്കിൽ B 4x ആയിരിക്കും, C 5x ആയിരിക്കും. അപ്പൊ x കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഒരു കണ്ടീഷൻ ഇതാണ്, ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 144 സെന്റിമീറ്റർ. പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്, അതായത് 2s തന്നിട്ടുണ്ട്, അത് 144 ആണ്. ഓക്കെ, ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഗിവൺ 2s ഈക്വൽ ടു പെരിമീറ്ററിന്റെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് 2s ആണ്. 2s എന്ന് പറയുന്നത് 144 ആണ്. അപ്പൊ s എന്ന് പറയുന്നത് 144/2 ആണ്, എന്ന് വെച്ചാൽ 72 ആണ്. s ഈക്വൽ ടു 72 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, s ഈക്വൽ ടു 72. അപ്പൊ s എന്ന് പറയുന്നതിന്റെ ഫോർമുല നമുക്കറിയാം, അത് A പ്ലസ് ബി പ്ലസ് സി ആണ് ഈ 72 എന്ന് പറയുന്നത്. ഓക്കെ, സോറി, 2s ഈക്വൽ ടു 44 ആണ്. 2s എന്ന് പറയുന്നതാണ് അതിന്റെ പെരിമീറ്റർ. അത് നമുക്ക് A പ്ലസ് ബി പ്ലസ് ഇങ്ങനെ തന്നെ എടുത്തു. ഓക്കെ, A പ്ലസ് ബി പ്ലസ് സി ഈസ് 144. A എന്ന് പറയുന്നത് 3x, B എന്ന് പറയുന്നത് 4x, C എന്ന് പറയുന്നത് 5x. ദാറ്റ് ഈസ് 12x എന്ന് പറയുന്നത് 144 ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് 144 ഡിവൈഡഡ് ബൈ 12 ആണ്. ദാറ്റ് ഈസ് 12. അതായത് 2s, അപ്പൊ 2s എന്ന് പറയുന്നത് 144 ആണ്. s നമുക്ക് കിട്ടി 72 ആണ്. ഓക്കെ, എക്സിന്റെ വാല്യൂ കിട്ടി 12 ആണ്. അപ്പൊ a എന്ന് പറയുന്നത് 3 into x ആണ്. 3 into 12 that is 36. b എന്ന് പറയുന്നത് 4 into x that is 48 and c എന്ന് പറയുന്നത് 5 into 12 that is 60. അപ്പോൾ എയും ബിയും സിയും കിട്ടി. എസിന്റെ വാല്യൂ നമുക്കുണ്ട്
2s44 ആണെങ്കിൽ s72 ആണെന്ന് നമുക്ക് ഉണ്ട്. ഇത്രയും വാല്യൂ വെച്ചുകൊണ്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് s ഇൻറ്റു s മൈനസ് a ഇൻറ്റു s മൈനസ് b ഇൻറ്റു s മൈനസ് c. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് s ഈസ് 72 ഇൻറ്റു s മൈനസ് a ഈസ് 36, s minus b is 24 and s minus c is 12. It is square root of 7, 4, 6, 4, 9, 6. That is square root എടുക്കുമ്പോൾ നമുക്ക് കിട്ടും 864. മീറ്ററിലായതുകൊണ്ട് അത് മീറ്റർ സ്ക്വയർ എന്ന് എടുക്കും. Find the area of the isosceles triangle having the base is 6 cm. Okay. ഒരു ഐസോസെലസ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ രണ്ട് ലെങ്ത്തുകൾ സെയിം ആണ്. അതിന്റെ ബേസ് നമുക്ക് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ എന്ന്. ഓക്കെ. ആൻഡ് ദ ലെങ്ത് ഓഫ് ഈച്ച് ഈക്വൽ സൈഡ് ഈസ് 5 സെന്റിമീറ്റർ. അപ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അത് 5 സെന്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ബി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. ഇനി ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഏരിയക്ക് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഏരിയക്ക് നമുക്ക് ഫോർമുല ഉണ്ട്. ഹാഫ് ഇൻറ്റു എ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 4. ഫോർമുലയ്ക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാഫ് ഇൻറ്റു എ 6 into root of b square is 25 minus a square is 36 divided by 4. That is 6 by 2 is 3 into root of 25 minus 36 by sorry a no 6 36 by 4 ആണ്. This 9. That is 3 into root of 16. That is 3 into 4 equal to 12. അപ്പോൾ യൂണിറ്റ് വരുമ്പോൾ സെന്റിമീറ്റർ സ്ക്വയറിൽ വരും. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. നോട്ട്ബുക്കിൽ കൊടുത്തിരിക്കുന്ന പ്രോബ്ലംസ് അങ്ങനത്തെ സിമ്പിൾ പ്രോബ്ലംസേ വരുള്ളൂ. ഒന്ന് നോക്കി.